ആഹ് നോക്കൂ, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കാർഡാണ് അവതരിപ്പിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഒരു പരിധിയോളം റെട്ടറിക്കുമായിരുന്നു. ഇപ്പം 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന കടുത്ത ആത്മവിശ്വാസമുള്ള വിജയം സുനിശ്ചിതമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഭരണപക്ഷത്തെയാണ് ഞാനിന്ന് പാർലമെൻറ്റിൽ കണ്ടത്. അതുതന്നെയാണല്ലോ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ആ വാക്കുകൾ തന്നെയുണ്ടല്ലോ, റിസൗണ്ടിങ് വിക്ടറിയുമായി തിരിച്ചു വരും എന്നാണ്. ചെറിയ വിജയമല്ല, ഒരു വലിയ വിജയവുമായി ഞങ്ങൾ തിരിച്ചു വരുമെന്നും അപ്പോൾ സമ്പൂർണ്ണമായ ബജറ്റ് അവതരിപ്പിക്കുമെന്നുമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആ അർത്ഥത്തിൽ ഇതൊരു ഇടക്കാല ബജറ്റ് മാത്രമാണ്. വലിയ പ്രതീക്ഷകൾ ഇക്കാര്യത്തിൽ നമ്മൾ വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പം രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഇത് വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ ബജറ്റിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം എന്താണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇഫക്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇപ്പോൾ 2019 സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് 2019 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ എന്തുകൊണ്ടാണ് ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചത്? അതിനു മുമ്പ് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസ്സാണ് വിജയിച്ചത്. പിന്നീടാണ് അവിടെ ഒരു ഡിഫെക്ഷൻ ഉണ്ടാക്കി അത് BJP ഭരണത്തിലേക്ക് പോകുന്നത്. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ BRS ആണ് ജയിച്ചത്. BJPക്ക് വലിയ വിജയമുണ്ടാക്കാനോ മുന്നേറ്റമുണ്ടാക്കാനോ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നു, മധ്യപ്രദേശിൽ കോൺഗ്രസ് ആണെന്ന് ജയിച്ചത്. പിന്നീട് സിന്ധ്യയെ പിടിച്ചുകൊണ്ടാണ് അവർ അവിടെ സർക്കാർ ഉണ്ടാക്കുന്നത്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ആണ് വിജയിച്ചത്. കോൺഗ്രസ് തന്നെയാണ് 5 വർഷം ഭരിച്ചത്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം 2019 ഉണ്ടായിരുന്നു. അന്ന് ഇത്തരത്തിലൊരു വലിയ ആത്മവിശ്വാസമുള്ളൊരു മോഡിയെ നമ്മൾ കണ്ടിരുന്നില്ല. പിന്നീട് കാര്യങ്ങൾ മാറുന്നത് ഈ ബാലാക്കോട്ടിലെ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ബാലാക്കോട്ട് എയർ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ടൊരു ദേശീയ വികാരം രൂപപ്പെടുത്താൻ നിശ്ചയമായും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. പക്ഷേ അപ്പോഴും 2019 ഈ ബാലാക്കോട്ട് മാത്രം പോരാ, വലിയ ജനകീയ പ്രഖ്യാപനങ്ങൾ വേണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു സർക്കാർ സമ്പൂർണ്ണമായൊരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. 2024 സാഹചര്യം അതല്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു ഒരു 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 പ്രസൻറ്റേഷനാണ് ഭരണപക്ഷത്ത് നിന്ന് നമ്മൾ ട്രഷറി ബെഞ്ചിൽ കണ്ടത്. വളരെ ആത്മവിശ്വാസമുണ്ട്. 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ പ്രഖ്യാപനവും വേണ്ട, ഒരു പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കേണ്ട, ഒരു ജനകീയ പരിപാടിയും പ്രഖ്യാപിക്കേണ്ട, അല്ലാതെ തന്നെ വിജയം സുനിശ്ചിതമായിരിക്കുന്നു എന്ന് ഉറപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണപക്ഷത്തെ ഇന്ന് BJP അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, എന്നാൽ പോലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഉദാഹരണത്തിന് നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വലിയ രീതിയിൽ ഉയർത്തിയിരിക്കുന്നു. 11% വർധനയാണ് നമ്മുടെ മൂലധന ചിലവിൽ ഉയർത്തിയിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ മൂലധന ചിലവ് ഉയർത്തുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണ മികവാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ആരോഗ്യകരമായൊരു സമ്പദ് വ്യവസ്ഥയെ ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഈ മൂലധന ചിലവ് ഉയർത്തേണ്ടതുണ്ട്. അത് ഇൻ്റർനാഷണൽ റേറ്റിങ്ങിന് വളരെ ആവശ്യമാണ് എന്ന് മാത്രവുമല്ല, നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതായത് ധനക്കമ്മി എന്ന് പറയുന്നത് കുറച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതും ആരോഗ്യകരമായൊരു സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷണമാണ്. അങ്ങനെ വരുമ്പോൾ 5.8% ധനക്കമ്മിയെ നമ്മൾ ഇനിയിപ്പോൾ കൺസീവ് ചെയ്തിരിക്കുന്നത് 5.1% കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഇന്ത്യൻ എക്കോണമി ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിനാണ്. അഥവാ വലിയ കോർപ്പറേറ്റ് വിഭാഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര എയ്ഡ് കിട്ടാൻ പാകത്തിലുള്ള ഒരു എക്കോണമിയായി ഇന്ത്യയെ ഉയർത്തിക്കാണിക്കുന്ന വളരെ ബുദ്ധിപൂർവമായൊരു ആസൂത്രണം ഈ പറയുന്ന കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണം ഇന്ത്യക്ക് കിട്ടുന്നെങ്കിൽ നല്ലത് തന്നെ. എങ്കിൽ കൂടിയും ഈ ഇടക്കാല ബജറ്റിൽ പോലും ആ സൂക്ഷ്മത കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ധനക്കമ്മിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ നോക്കൂ, ഈ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ പറയുന്നൊരു വലിയ ക്ലെയിമുണ്ട്. 2013 2,20,000 രൂപയായിരുന്ന ഇൻകം ടാക്സിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് 7 ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണല്ലോ. 2013 നിന്ന് 10 വർഷം പിന്നിട്ടിരിക്കുന്നു വരുണേ. ആ 10 വർഷത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു 50,000 രൂപയുടെ ഇൻക്രീസാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്വാഭാവികമായ ഇൻക്രീസാണ് 7 ലക്ഷം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ 7 ലക്ഷത്തിൽ വീഴുമ്പോൾ അപ്പുറത്തൊരു വലിയ സംഭവം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിട്ടുണ്ട് ഈ ടാക്സുമായി ബന്ധപ്പെട്ട്. അതെന്താണ്? ഈ കോർപ്പറേറ്റുകളുടെ നികുതി 30% നിന്ന് 22% കുറച്ചിരുന്നു. അന്ന് വലിയ വിവാദമായൊരു തീരുമാനമായിരുന്നു അത്. അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഇൻകം ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള നമുക്ക് നമ്മളുടെ സീലിംഗ് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വലിയൊരു നേട്ടം ഇപ്പുറത്ത് കോർപ്പറേറ്റ് വിഭാഗങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോഴും ഈ പറയുന്ന ചെറിയ ചെറിയ പ്രഖ്യാപനങ്ങൾ 1 കോടി രൂപയുടെ 1 കോടി സൗജന്യ ഈ റൂഫ് പ്ലാൻ സോളാർ പദ്ധതി, 2 കോടി വീടെന്ന് പറയുന്നത് ഈ 5 ലക്ഷം കൊണ്ടാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, 2014 നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ പ്രഖ്യാപിച്ചത് 1 വർഷം 2 കോടി തൊഴിലവസരമാണ്. അങ്ങനെയാണെങ്കിൽ 18 കോടി ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ കിട്ടേണ്ടി വന്നിരുന്നു. ഇന്നിപ്പം രാജ്യത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് അറ്റാക്ക് നടന്നൊരു രാജ്യമാണ് നമ്മുടേത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ എന്താണ് ഒരു
ഒരു പൊളിറ്റിക്കൽ എന്തൂസിയാസത്തിൻ്റെ, ഒരു പൊളിറ്റിക്കൽ കോൺഫിഡൻസിൻ്റെ ഒരു 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 അവതരണമാണ് ഇന്ന് പാർലമെൻറ്റിൽ നടന്നത്. ഈ അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിയും, ഞങ്ങൾ വലിയ വിജയത്തോടുകൂടി തിരിച്ചു വരും എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ട് സാമാന്യമായൊരു ബജറ്റ് അവതരിപ്പിച്ച് അവസാനിപ്പിച്ചു എന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് ഇക്കാര്യത്തിൽ. Meet the editors.